യേശുവിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, വചനപ്രഘോഷണ ശുശ്രൂഷയിലേക്ക് എല്ലാവരെയും പ്രാർത്ഥനാപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഹല്ലേലൂയ. നാം ഇന്ന് ധ്യാനിക്കുന്ന വചനഭാഗം വിശുദ്ധ പൗലോസ് ശ്ലീഹ തിമോത്തിക്ക് എഴുതിയ 2-ാം ലേഖനം 2-ാം അധ്യായം 13-ാം വാക്യം. നാം അവിശ്വസ്തനായിരുന്നാലും അവൻ വിശ്വസ്തനായിരിക്കും. എന്തെന്നാൽ തന്നെ തന്നെ നിഷേധിക്കുക അവന് സാധ്യമല്ല. പ്രിയമുള്ളവരെ, ഈ വചനപ്രഘോഷ ശുശ്രൂഷയെ സമർപ്പിച്ച് നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. എല്ലാ മക്കളും ഒന്ന് എഴുന്നേറ്റ് നിൽക്കാമോ? കർത്താവായ ദൈവമേ, ഈ വചനപ്രഘോഷണ ശുശ്രൂഷകർക്ക് നന്ദി പറയുന്നു. ഞങ്ങൾ ഇന്ന് ധ്യാനിക്കുന്ന ഈ വചനം 2 തിമോത്തി 2:13. കർത്താവേ, ഞങ്ങൾ അവിശ്വസ്തത നിന്നോട് കാണിച്ചാലും നീ ഞങ്ങളോട് വിശ്വസ്തനാകുമെന്ന് വിശുദ്ധ പൗലോസ് ശ്ലീഹയിലൂടെ അങ്ങ് വെളിപ്പെടുത്തിയ ഈ വചനഭാഗത്തെ ഒത്ത് നന്ദി പറയുന്നു. എങ്കിൽ കർത്താവേ, ഈ വചനത്തിലൂടെ നീ ഞങ്ങളോട് പങ്കുവയ്ക്കാൻ പോകുന്ന എല്ലാ കാര്യങ്ങളെക്കുറിച്ച് ധ്യാനിക്കുവാൻ, പ്രാർത്ഥിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. വചനത്തിൻ്റെ അഭിഷേകം നൽകി ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. വചനത്തിൻ്റെ അമ്മയെ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം പ്രാർത്ഥിക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഏറ്റവും പ്രിയമുള്ളവരെ, നമ്മൾ ധ്യാനിക്കുന്നത് ദൈവത്തിൻ്റെ വിശ്വസ്തതയും നമ്മുടെ അവിശ്വസ്തതയും. വചനത്തോടെ കർത്താവ് വെളിപ്പെടുത്തുക, ഞാൻ എൻ്റെ ജീവിത നിമിത്തമായിട്ട്, പ്രവൃത്തി നിമിത്തമായിട്ട് ദൈവത്തോട് അവിശ്വസ്ത പുലർത്തിയാലും ദൈവം എന്നോട് അവിശ്വസ്ത പുലർത്തില്ല. എന്താ കാര്യം? അങ്ങനെ ദൈവം അവിശ്വസ്ത പുലർത്തിയാൽ ദൈവത്തിൻ്റെ തന്നെ അസ്തിത്വത്തെ മാറ്റുകയാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ദൈവം ഒരിക്കലും അവിശ്വസ്തനാകത്തില്ല. ഒരുപക്ഷെ നമ്മുടെ ജീവിത യാഥാർത്ഥ്യങ്ങളിൽ പലപ്പോഴും അവിശ്വസ്തയ്ക്ക് അപ്പുറമായിട്ടും ദൈവം ചില സംഭവങ്ങൾ, ചില കാര്യങ്ങളോട് നമ്മെ കൊണ്ടുപോകുമ്പോൾ ദൈവത്തിൻ്റെ വഴിയിൽ നിന്നും ഒരുപക്ഷെ മാറി നാം സഞ്ചരിക്കും. അങ്ങനെ സഞ്ചരിച്ചാലും ദൈവം നമ്മുടെ അടുത്തേക്ക് വന്ന് നമ്മെ അവനിലേക്ക് ചേർത്ത് വയ്ക്കുകയും അവൻ നമുക്ക് വേണ്ടി മാറ്റിവെച്ച വഴിയിലൂടെ തന്നെ കൊണ്ടുപോവുകയും ചെയ്യും. പിതാവായ അബ്രഹാത്തിന്റെ ജീവിതം നാം ധ്യാനിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. പിന്നെ ദൈവത്തിന് അറിയാന്നേ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ ചില വലിയ തിക്താനുഭവങ്ങൾ, വലിയ പ്രയാസമേറിയ സംഭവങ്ങൾ, അല്ലെങ്കിൽ ഒത്തിരി ദുഃഖത്തിലേക്ക് കൊണ്ടുപോകുന്ന അനുഭവങ്ങളൊക്കെ വരുമ്പോൾ ദൈവത്തിൻ്റെ അസ്തിത്വത്തെ ചോദ്യം ചെയ്യല്ല. നമ്മൾ പരിഭവം പറയും, പരാതി പറയും. ചിലപ്പോൾ നമ്മുടെ ബുദ്ധിയെ ആശ്രയിച്ചുകൊണ്ട് നമ്മുടെ പദ്ധതി അനുസരിച്ച് നമ്മൾ മുന്നേറും. പിതാവായ അബ്രഹാമിന് മുന്നേറി. കഴിഞ്ഞ ദിവസം കോവിഡ് നിമിത്തമായി മരണമടഞ്ഞ ഒരു സഹോദരൻ്റെ ഭവനത്തിലേക്ക് കടന്നു ചെല്ലുകയാണ്. ഒത്തിരി ദുഃഖസാന്ദ്രമായ നിമിഷമാണ്. ഞങ്ങൾ ചെന്നപ്പോൾ ശവപ്പെട്ടിയിൽ ബോഡി വെച്ചേക്കുക. ബോഡിയില്ല, ക്രിമിനേറ്റ് ചെയ്തു. ഒരു പിടി ചാരം മാത്രം. എന്നാലും ആ ശവപ്പെട്ടി പ്രത്യേക തരത്തിലും അറേഞ്ച് ചെയ്ത് മുല്ലപ്പൂമാലൊക്കെ ഇട്ട് ബോഡിയെ കവർ ചെയ്യുന്ന പോലെ മുല്ലപ്പൂമാലയും തുണിയൊക്കെ ഇട്ട് വച്ചേക്കുക. ശവപ്പെട്ടിയിൽ ഈ ചിതാഭസ്മം ബോക്സ് വെച്ചേക്കുക. ബോക്സ് കാണാൻ പറ്റുന്നില്ലല്ലോ. മരിച്ചു കിടക്കുന്ന വ്യക്തിയെ പോലെ തന്നെ ആ തരത്തിൽ ആ മകൻ്റെ ശവപ്പെട്ടി അറേഞ്ച് ചെയ്തിരിക്കുക. ഞാൻ അവിടെ ചെന്നപ്പോൾ, എന്നെ കണ്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യത്തെ കരച്ചില്ല. എന്നിട്ട് പറഞ്ഞു, ബെന്നിയച്ചാ, ജ്ഞാനകീർത്തനം വളർത്തുവാൻ വേണ്ടി, അച്ഛൻ്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി അച്ഛൻ്റെ നേളുപോലെ അച്ഛൻ്റെ ഒപ്പം ഉണ്ടായ സഹോദരനാ. ശരിയാ, എനിക്ക് തോന്നി. എന്നിട്ട് ആ സഹോദരൻ്റെ ഭാര്യ എന്നോട് ചോദിച്ചു, അച്ഛാ,
2 കൊച്ചുങ്ങളെ എനിക്ക് തന്നിട്ട് ചേട്ടൻ പോയല്ലോ അച്ഛാ. പിന്നെ ദുഃഖസാന്ദ്രമായ ഒരു നിമിഷമാണ്. പിന്നെ ആ മകള് കുറേ ദുഃഖത്തോടെ പറഞ്ഞു, ഒരു ഉത്തരവില്ല. ഈ കാലഘട്ടത്തിൽ ഈ തരം ഒത്തിരി വേദനാജനമായ അവസ്ഥയോടെ നമ്മൾ കടന്നു പോകുന്നു. ബാഹ്യമായും ആന്തരികമായും എല്ലാ തരത്തിലും കടന്നു പോവുകയാണ്. ഈ സമയത്തൊക്കെ ഒരുപക്ഷെ പിതാവായ അബ്രഹാം ദൈവം നടക്കേണ്ട വഴിയിലൂടെ നടക്കാൻ പറഞ്ഞിട്ട് മാറിപ്പോയി സഞ്ചരിച്ചൊരവസ്ഥ നമ്മൾ ധ്യാനിക്കും. മറ്റൊരു ദുഃഖത്തിന് ഏറ്റവും നിമിഷമായ ഓർമ്മ, ഇതുപോലെ മറ്റൊരു പ്രേക്ഷിത മരിച്ചു. അവളെ ചെന്നു, ഭയങ്കര സങ്കട. അദ്ദേഹത്തിൻ്റെ മൂത്ത മകൾ 16 വയസ്സുള്ളൂ. ഞാൻ ചെന്നപ്പോൾ ആദ്യം നോക്കി, പിന്നെ ഒന്നും മിണ്ടിയില്ല. എനിക്ക് മനസ്സിലായി ദുഃഖത്തിൻ്റെ അവസ്ഥയാ. ഒപ്പീസൊക്കെ ചൊല്ലി അതിനുശേഷം ഞാൻ അല്പം മാറുന്നപ്പോൾ ആ മകൾ ഓടി എന്ന് പറഞ്ഞു, എനിക്ക് ഈശോയുടെ പിണക്കാ, ഞാൻ ഈശോയുടെ മിണ്ടത്തില്ല. പ്രിയമുള്ളവരെ, 17 വയസ്സ് പെൺകുട്ടിയാ. അവളുടെ പിണക്കത്തിന് കാര്യമുണ്ട്. ആ മകളെ പിണങ്ങിയാലും ഈശോ കുറ്റപ്പെടുത്തിയാലും ഈശോയുടെ മിണ്ടത്തിലാന്ന് പറഞ്ഞാലും ആ മകളുടെ അവസ്ഥ തമ്പുരാൻ തിരിച്ചറിയും. അച്ഛൻ പറഞ്ഞു, പ്രിയമുള്ളവരെ, ഇന്ന് നാം ധ്യാനിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അവിശ്വസ്തയായിട്ട് മാറുന്നതല്ല. തീർച്ചയായിട്ടും ദുഃഖത്തിൻ്റെ വേദനയുടെ ഓർമ്മകൾ നമ്മുടെ മനസ്സിനെ വീർപ്പ് മുട്ടിക്കുമ്പോൾ ഒരുപക്ഷെ ദൈവം നടത്തിയ വഴികൾ, ദൈവം നടക്കുന്ന വഴികൾ, ആ വഴികളിൽ നിന്നും വ്യത്യസ്തമായി ചിലപ്പോൾ നമ്മൾ നടക്കും. അങ്ങനെ നടന്നാലും നമ്മുടെ ഈശോയ്ക്ക് വിഷമമില്ല. എന്തെന്നാൽ പ്രിയമുള്ളവരെ, നാം ആരെന്ന്, നമ്മുടെ വഴികൾ എന്തെന്ന് നമ്മുടെ മനസ്സറിയുന്ന നമ്മുടെ തമ്പുരാൻ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പോൾ നാം ഇന്ന് പ്രത്യേകിച്ച് ധ്യാനിക്കുന്നു, പ്രാർത്ഥിക്കുന്നത് ഈ ഒരു മേഖലയിൽ നിന്നും ഒരുപക്ഷെ ദൈവത്തോട് അവിശ്വസ്ത പുലർത്തിപ്പോലും ഈ 2 സംഭവത്തെ ധ്യാനിച്ച് പ്രാർത്ഥിച്ചത് മനസ്സിൻ്റെ വേദനയുടെ നിമിഷത്തിൽ ദുഃഖം ഏറെ ആഴപ്പെടുത്തിയപ്പോൾ ഒത്തിരി ഭാരപ്പെട്ടിട്ട് മക്കൾ പറഞ്ഞു. ഇനി അതിലുപരിയായിട്ട് മാനുഷികമായ നമ്മുടേതായ പരിമിതിയിൽ നിന്നുകൊണ്ട് ദൈവത്തെ കുറ്റപ്പെടുത്തിയാൽ പോലും, കൂടെയുള്ളവരെ കുറ്റപ്പെടുത്തിയാൽ പോലും ദൈവം നമ്മെ നെഞ്ചോട് ചേർത്ത് വയ്ക്കും. നമ്മളതാണ് ഇന്ന് ധ്യാനിക്കാൻ പോകുന്നത്, പ്രാർത്ഥിക്കാൻ പോകുന്നത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, നാം ഏതറ്റം പോയാലും, എത്രമാത്രം അവിശ്വസനായാലും ദൈവം നമ്മോട് വിശ്വസ്ത കാണിക്കും. ദൈവം അവിശ്വസ്തനാകത്തില്ല എന്നത് നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരുന്നൊരു വചനമാണ്. സംഖ്യയുടെ പുസ്തകം 23-ാം അധ്യായം 19-ാം വാക്യം. വ്യാജം പറയാൻ ദൈവം മനുഷ്യനല്ല, അനുദപിക്കുവാൻ അവിടുന്ന് മനുഷ്യപുത്രനുമല്ല. പറഞ്ഞത് അവിടുന്ന് ചെയ്യാതിരിക്കുമോ? പറഞ്ഞത് നിറവേറ്റാതിരിക്കുമോ? പ്രൈസ് ദി ലോർഡ്. നമ്മൾ അടുത്ത് ധ്യാനിക്കാൻ പോകുന്നു, പ്രാർത്ഥിക്കാൻ പോകുന്നത് ദൈവജനത്തിൻ്റെ അവിശ്വസ്തത. ദൈവത്തിൻ്റെ വിശ്വസ്ത ആഴപ്പെട്ട് നമ്മൾ കാണാൻ പോവുക. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ദൈവജനത്തിൻ്റെ അവിശ്വസ്ത നമ്മൾ കാണുന്നത് സംഖ്യയുടെ പുസ്തകം 11-ാം അധ്യായത്തിലും 14-ാം അധ്യായത്തിലാണ്. ഈ 11-ാം അധ്യായം ധ്യാനിക്കുമ്പോഴാണ് ദൈവം എത്രമാത്രം കരുതലോടുകൂടി ഈ ജനത്തിനെ എല്ലാം നൽകി അനുഗ്രഹിച്ചു. എന്നിട്ടും ഈ ജനം ഇങ്ങനെ പരാതി പറയുക. നമ്മൾ ദൈവജനത്തെ എപ്രകാരമാണ് തൻ്റെ ഉള്ളം കയ്യിൽ കൊണ്ടു നടക്കുന്ന പോലെ ദൈവം കൊണ്ടു നടന്നില്ലേ, എന്നിട്ട് എന്നാ പരാതി പറയുന്നത്? സംഖ്യയുടെ പുസ്തകം 11-ാം അധ്യായം 4-ാം വാക്യം മുതലാണ് നാം കാണുന്നത്. പ്രധാനമായിട്ട് ഇസ്രായേൽക്കാരുടെ ഇടയിൽ ഉണ്ടായിരുന്ന അന്യവർഗക്കാർ ദുരാഗ്രഹങ്ങൾക്ക് അടിമയായി. അപ്പോൾ ദൈവം സഹായിക്കാത്തത് കൊണ്ടല്ല, മറിച്ച് വിജാതീയ മക്കളോടൊപ്പം ഇവർ സഹവസിച്ചപ്പോൾ, അവർ കൂടിയായപ്പോൾ അവരുടെ സ്വാധീനം ഇവരിലേക്ക് കടന്നു വരിക. കർത്താവായ ദൈവം എപ്പോഴും പറയാറുണ്ട്, ദൈവം ആഗ്രഹിക്കാത്ത തരത്തിൽ നിങ്ങൾ മുന്നേറരുത്, കൂട്ടുകൂടരുത്. ഇത് നിങ്ങൾ കൂട്ടുകൂടി. ഇനി അതിനുശേഷമാണ് കേട്ടോ അവരോടൊപ്പം ചേർന്നൊരു സങ്കടം പറഞ്ഞു തുടങ്ങി.
5-ാം വാക്യം, ആരാണ് ഞങ്ങൾക്ക് ഭക്ഷിക്കാൻ മാംസം തരിക എന്ന്. വീണ്ടും പറയാ, ഈജിപ്തിൽ വെറുതെ കിട്ടിയിരുന്ന മത്സ്യം, വെള്ളരിക്ക, മത്തങ്ങ, സവോള, ചെമുന്നുള്ളി, വെള്ളുള്ളി, ഇവിടേക്ക് ഞങ്ങൾ ഓർക്കുന്നു. എന്തൊരു കഷ്ടമാണ് ഞാൻ ചിന്തിക്കാറുണ്ട്. ഇവിടെ വെള്ളുള്ളിയും മത്തങ്ങയും കുമ്പളങ്ങയും സവാളയൊക്കെ നോക്കുന്നത്. അവിടെ കിട്ടിയെന്ന് അടിമത്താണ്. നമുക്കറിയാം എന്തെല്ലാം തരത്തിൽ പീഡിപ്പിക്കപ്പെട്ടു, എല്ലാ തരത്തിലും. പിന്നെ കുറച്ച് ആഹാരം കൊടുക്കും, അതാപ്പ കാര്യം. ഈ കർത്താവ് ആ അടിമത്തിൽ നിന്ന് മോചിപ്പിച്ചുകൊണ്ട് കൊണ്ടുവരികയാ. യാത്രയിൽ എല്ലാതരം സംരക്ഷണം കൊടുത്തു. എന്നിട്ട് നിങ്ങൾ പരാതി പറയുകയാണത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പൊ ദൈവത്തിനെതിരെ പോലും പരാതി പറയുകയാണത്. ഇനി അടുത്ത നമ്മൾ കാണുന്നത് 14-ാം അധ്യായത്തിലേക്ക് കടന്നു ചെല്ലുമ്പോഴാണ് മോശയ്ക്കെതിരെ പോലും ഇവർ പരാതി പറയാം. 14-ാം അധ്യായത്തിന്റെ ആരംഭം നാം വായിക്കുന്നുണ്ട്. രാത്രി മുഴുവൻ ഉറക്കം നിലവിളിച്ചു. അവർ മോശയ്ക്കും അഹ്റോനുമെതിരെ പിറുപിറുത്തു. എന്നിട്ട് പറയാ, ഈജിപ്റ്റ് വെച്ച് മരിച്ചാൽ നന്നായിരുന്നേനെന്ന്, ഇങ്ങനെയൊന്നും ഉണ്ടാവത്തില്ല എന്ന്. എന്നിട്ട് വീണ്ടും ഈ ജനം എന്താ പറയുന്നത്, നമുക്ക് മോശയ്ക്ക് പകരം ഒരു നേതാവിനെ തിരഞ്ഞെടുക്കാം, അതിനുശേഷം ഈജിപ്തിലേക്ക് നമുക്ക് തിരിച്ചു പോകാമെന്ന്. ഇതാണ് നന്ദിയില്ലാത്തൊരു വർഗം പോലെ തോന്നേണ്ട ആവശ്യമില്ല. അങ്ങനെയായിരുന്നു. എപ്പോഴും ഏത് സമയത്തും പിറുപിറുക്കുകയും ദൈവത്തിനെതിരെ പരാതി പറയും, ദൈവത്തിനെ സംസാരിക്കും. മോശയെപ്പറ്റി പോട്ടെ, മോശയെപ്പറ്റി മാത്രമല്ല ദൈവത്തെക്കുറിച്ചും പരാതി പറയും. അങ്ങനെ പരാതി പറഞ്ഞുകൊണ്ട് അവർക്ക് ശിക്ഷ കിട്ടാറുണ്ട്. ഈ സന്ദർഭങ്ങളിൽ ദൈവത്തിൻ്റെ കാരുണ്യത്തിന് വേണ്ടി ഈ ജനത്തിന് മോശ പ്രാർത്ഥിക്കും. വലിയ മഹാദുരന്തങ്ങൾ, മഹാവ്യാധികൾ ആ സമയത്ത് മാറ്റപ്പെടും. ദൈവജനത്തെ ഹൃദയത്തിൽ പേറി കൊണ്ടു നടക്കുക. ആ മോശയെ മാറ്റിക്കൊണ്ട് വേറെ നേതാവിനെ തെരഞ്ഞെടുത്ത് വീണ്ടും അടിമത്തത്തിലേക്ക് പോകാമെന്ന. വീണ്ടും പറയുമുള്ളവരെ 9-10 വാക്യങ്ങൾ കടന്നു പോകുമ്പോൾ ഈ ജനത്തിനു വേണ്ടി ഏറെ അധ്വാനിക്കുന്ന ജോഷുവയും കാലാബിനെയും കല്ലെറിയണമെന്ന് വരെ അവർ തീരുമാനമെടുക്കുക. അവരെന്താ തെറ്റ് ചെയ്തത്? മോശയുടെ കൂടെയായി ഈ ജനത്തെ രക്ഷിക്കുന്നു. കാനാൻ ദേശത്ത് എത്താൻ പോവാ. കാനാൻ ദേശത്തിന് മുന്നേ അതിനേറെ വികാരം നിൽക്കുന്ന ഈ ജെറീക്കോ നാട്ടുകാരുടെ ശക്തിയെക്കുറിച്ച് അറിയാൻ വേണ്ടി മോശ ജോഷുവയും കാലാബിനെ വിടുന്നുണ്ട്. അവിടെ ചെന്ന് നോക്കിയപ്പോൾ ഒരവസ്ഥ തിരിച്ചറിയുന്നു. ജോഷുവക്കോ കാലാബിനോ മോശക്കോ ഒരു പേടിയില്ല. കാണാത്ത വ്യക്തികളാണ് ബഹളം വെക്കുന്നത്. അവർ രാക്ഷസന്മാരാണ്. അതാണ് ഞങ്ങൾ എന്തിനാ ഇങ്ങനെ കൊല്ലാക്കൾ ചെയ്യുന്നത്? ഞങ്ങളുടെ മക്കളെയും ഭാര്യമാരെയൊക്കെ ഇവിടെ വെച്ച് വധിക്കപ്പെടാൻ നിങ്ങൾ എന്തിനാ അങ്ങോട്ട് കൊണ്ടുവന്നെന്ന് പറഞ്ഞുകൊണ്ട് ജോഷായും കാലാമിനെയും അവര് കൊല്ലാൻ പോവുക. പ്രൈസ് ദി ലോർഡ്. ഈ ജനത്തിൻ്റെ അവിശ്വസ്തതയും എല്ലാം കർത്താവിനറിയാം, എല്ലാം ദൈവത്തിനറിയാം, എല്ലാം യഹോവയ്ക്കറിയാം. പ്രിയമുള്ളവരെ, ഈ അവിശ്വസ്തയുടെ നിമിഷങ്ങളിലും കർത്താവ് വിശ്വസ്തനായി ഈ ജനത്തെ നയിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ അവിശ്വസ്തത എന്തെന്ന്, ദൈവത്തിൻ്റെ വിശ്വസ്തത എന്തെന്നും, ദൈവം എത്രമാത്രം നമ്മെ പരിപാലിക്കുമെന്നുള്ള വചനമാണ് ഹോശേയ പ്രവാചന ദിവസം 6-ാം അധ്യായം 4-ാം വാക്യം. മഴ പോലെ ഭൂമിയെ നനയ്ക്കുന്ന വസന്തവൃഷ്ടി പോലെ അവിടെ നമ്മെ മേൽ വരും. എബ്രാഹിം, ഞാൻ നിന്നോട് എന്തു ചെയ്യും? അപ്പോൾ അതുകൊണ്ടാണിത്. ഇങ്ങനെയൊക്കെ ആണെങ്കിലും ദൈവമായ കർത്താവ് നമുക്ക് അനുഗ്രഹത്തിൻ്റെ മഴ വർഷിക്കും. അതിനുശേഷം പറയാ, നിന്റെ സ്നേഹം എന്ന് പറയുന്നത്, തമ്പുരാൻ പറയാണ് ഹോശേയ പ്രവാചകനിലൂടെ, നിന്റെ വിശ്വാസം എന്ന് പറയുന്നത് പ്രഭാതം മേഘം പോലെയും മാഞ്ഞു പോകുന്ന മഞ്ഞ് തുള്ളികൾ പോലെയുമാണ്. പ്രൈസ് ദി ലോർഡ്. നമ്മൾ ഈ ഒരു പശ്ചാത്തലത്തിൽ നമുക്ക് ഇത് വ്യക്തമായി നമുക്ക് വെളിപ്പെടുത്തുന്ന പിതാവായ അബ്രഹാത്തിൻ്റെ ജീവിതം ധ്യാനിക്കാം. തീർച്ചയായിട്ടും പ്രിയമുള്ളവരെ, ഇങ്ങനെ ദൈവത്തോടുള്ള സ്നേഹവും വിശ്വസയും പ്രഭാതമേഘം പോലെ മാഞ്ഞു പോകുന്ന അവസ്ഥയാണ് കർത്താവിനറിയാം. എന്നാലും
കർത്താവ് അവസ്ഥ തിരിച്ചറിഞ്ഞുകൊണ്ട് അവൻ എൻ്റെ പിന്നാലെ വന്നുകൊണ്ട് എന്നെക്കുറിച്ച് അവനൊരു ആഗ്രഹമുണ്ട്, പദ്ധതിയുണ്ട്. അത് നിറവേറ്റാൻ വേണ്ടി അവൻ എന്നെ ഒരുക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായത്തിലെ പിതാവായ ദൈവം അബ്രാത്തെ വിളിക്കുന്നു. കർത്താവ് അബ്രാത്തിൽ അരുളി ചെയ്തു, നിന്റെ ദേശത്തെയും ബന്ധുക്കളെയും പ്രതിഭവനത്തെയും വിട്ട് ഞാൻ കാണിച്ചു തന്ന നാട്ടിലേക്ക് പോവുക. അതായത് കാനാൻ ദേശത്തേക്ക് നീ പോകണം. പ്രിയമുള്ളവരെ, പിതാവായ അബ്രഹാം വിളി സ്വീകരിച്ചുകൊണ്ട് ഊരിൽ നിന്നും കാനാൻ ദേശത്തേക്ക് പോവുകയാണ്. കാനാൻ ദേശത്തേക്കുള്ള യാത്രാമധ്യയിൽ ഹാരാൻ എന്ന സ്ഥലത്ത് അബ്രഹാം താമസിക്കുന്നുണ്ട്. കുറേ വർഷം അവിടെ ജീവിക്കുന്നുണ്ട്. ഒത്തിരി കന്നുകാലികളും സമ്പത്തും സമൃദ്ധിയും അബ്രഹാത്തിന് കിട്ടുക. അപ്പോൾ കർത്താവ് പറഞ്ഞു, നീ കാനാൻ ദേശത്തേക്കാണ് പോകേണ്ടത്. പ്രിയമുള്ളവരെ, കാനാൻ ദേശം എന്ന് അബ്രഹാം അറിഞ്ഞപ്പോൾ തന്നെ അബ്രഹാത്തിനറിയാം അത് മരുഭൂമി പോലെയാ, ഒന്നുമില്ലാത്ത അവസ്ഥയാണ്, തരിശ് ഭൂമിയാണ്. അവിടെ എങ്ങനെ ജീവിക്കുന്നത്? അബ്രഹാം ജനിച്ചത് എവിടെയാ? ഊറിൽ. ഇനി ഇപ്പോൾ താമസിക്കുന്നത് എവിടെയാ? ഹാരാൻ. യൂഫ്രട്ടീസ് നദിയുടെ തീരത്തുള്ള രണ്ട് നല്ല ഫലപുഷ്ടമായ ഭൂമികളാണ്. അവിടെ സമൃദ്ധിയിൽ ജീവിക്കുക അബ്രഹാം. അപ്പോഴാണ് തമ്പുരാൻ വിളിക്കുന്നു, നിന്നെ അയക്കാൻ പോകുന്ന കാനാൻ ദേശത്തേക്കാണ്. പ്രിയമുള്ളവരെ, അബ്രഹാം കാനാൻ ദേശത്തേക്ക് പോകുന്നതിന് മുന്നേ എങ്ങോട്ട് പോയി? ഈജിപ്തിലേക്ക് പോയി. കുഴപ്പം, പ്രിയമുള്ളവരെ, ഈജിപ്തിൽ അഭയം തേടുന്നുണ്ട്. ദൈവം ആഗ്രഹിച്ചില്ല. കണ്ടോ, സ്വന്തം തീരുമാനമനുസരിച്ച് അബ്രഹാം പോയി. അപ്പം എന്ത് സംഭവിച്ചു? ഫറവോ അബ്രഹാത്തിൻ്റെ ഭാര്യയായ സാറയെ പിടിച്ചുകൊണ്ട് പോകുന്നുണ്ട്. അബ്രഹാത്തിന് അറിയാം. അതുകൊണ്ടാണ് അബ്രഹാം ഭാര്യ സാറായിട്ട് പറയുന്നുണ്ട്, ഈ ദേശത്തിൻ്റെ നിയമം അനുസരിച്ച് നീ എൻ്റെ ഭാര്യ എന്ന് അവരറിഞ്ഞാൽ എന്നെ കൊല്ലും, നിന്നെ കൊണ്ടുപോവുകയും ചെയ്യും. അവന് നീ സഹോദരി എന്ന് പറയണം. അത് തെറ്റില്ല, അത് തെറ്റല്ല, ശരിയാ. അബ്രഹാം തന്നെ പറയുന്നുണ്ട്, എൻ്റെ അപ്പനിൽ വേറെ സ്ത്രീക്ക് ജനിച്ച വ്യക്തിയാണ് സാറ, സ്വാഭാവികമായിട്ടും സഹോദരി തന്നെയാണ്. ഓർക്കെ പറയുമുള്ളവർ, അബ്രഹാം വിചാരിച്ച പോലെ തന്നെ ഫറവോ സാറായെ കൊണ്ടുപോയി. പക്ഷേ ദൈവം സാറായെ ഉപദ്രവിക്കുവാൻ ഫറവയെ അനുവദിച്ചില്ല. ദൈവിക സംരക്ഷണം സാറായ്ക്കും അബ്രഹാത്തിനും കർത്താവ് കൊടുക്കുന്നുണ്ട്. വീണ്ടും ഇതുപോലൊരു സംഭവത്തിൻ്റെ ആവർത്തനമാണ്. അബിമലേക്ക് രാജാവും ഇതുപോലെ സാറായെ കൊണ്ടുപോകുന്നുണ്ട്. അപ്പോഴും അബ്രഹാം സാറായോട് പറയുന്നുണ്ട്, നീ സഹോദരി എന്ന് പറഞ്ഞോളൂ. ഇതേ നിയമമാണ്. അവിടെയും ദൈവം സാറായ്ക്കും അബ്രഹാത്തിനും സംരക്ഷണം കൊടുക്കുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വിളിച്ച മക്കള് വിളി അനുസരിച്ച് ജീവിക്കാതെ വഴിമാറിപ്പോകുമ്പോൾ, നമ്മുടെ വഴിയിലൂടെ മാത്രം മുന്നേറുമ്പോൾ കർത്താവ് എന്നാ ചെയ്യും? അവിടെ അവിശ്വസത പുലർത്തില്ല. നാം അവിശ്വസത പുലർത്തിയാലും കർത്താവ് അവിശ്വസ്തനാകത്തില്ല. അതുകൊണ്ടല്ലേ അബിമലേക്ക് രാജാവിനോട് ദൈവമായ കർത്താവ് പറഞ്ഞു, നീ എന്നാ പണിയെ കാണിച്ചത്? നീ സ്വന്തമാക്കിയിരിക്കുന്നത് എൻ്റെ പ്രവാചകന്റെ ഭാര്യയാ, നീ ഇപ്പൊ പിണമായി മാറാൻ പോവുക, വേഗം കൊണ്ട് കൊടുത്തോളാൻ പറഞ്ഞു. ആ സമയത്ത് അബിമലേക്ക് രാജാവ് ദൈവത്തോട് പറയുന്നുണ്ട്, അയ്യോ, എന്നോട് പറഞ്ഞത് സഹോദരിയാണെന്നാണല്ലോ. പിന്നെ ദൈവിക സംരക്ഷണത്തിന് മറ്റൊരു വെളിപ്പെടുത്തല് ഈ അബിമലേക്ക് രാജാവ് പറയുന്നുണ്ട്, ഞാൻ അവിടെ തൊട്ടില്ല എന്ന്. അപ്പൊ ദൈവം പറഞ്ഞു, നീ തൊടാതിരുന്നതല്ല, നിന്നെ തൊടാൻ അനുവദിച്ചില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സാറായും അബ്രഹാത്തെയും ദൈവം രക്ഷിച്ചു. പിറ്റേ ദിവസം രാവിലെ അബിമലേക്ക് രാജാവ് അബ്രഹാത്തെ വിളിച്ച് സാറയെ തിരിച്ചേൽപ്പിക്കുന്നുണ്ട്. അതിലപ്പുറമായിട്ടും പ്രിയമുള്ളവരെ ഒന്ന് ഓർത്തു നോക്കിയേ, ദൈവത്തിൻ്റെ സംരക്ഷണത്തിൻ്റെ മറ്റൊരു ഭാഗമാണ്, എനിക്ക് ജീവിക്കാൻ വേണ്ടതായ എല്ലാം കർത്താവ് കരുതും, തരും. ഈ അബിമലേക്ക് രാജാവ് സാറായിട്ട് പറയുന്നുണ്ട്, നിന്റെ ഭർത്താവിനിതാ ഞാൻ 1000 വെള്ളി നാണയങ്ങൾ തരുന്നതാണ്. ഇഷ്ടം പോലെ സമ്പത്ത്.
വീണ്ടും പറഞ്ഞു, എൻ്റെ രാജ്യത്തിൽ എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് താമസിക്കാം. വീടും സമ്പത്തുമല്ലേ നമുക്ക് ഏറ്റവും ആവശ്യം. രണ്ടും കർത്താവ് അവർക്ക് പ്രദാനം ചെയ്തു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, അബ്രഹാം അനുസരണക്കേട് കാണിച്ചു എന്ന് അച്ഛൻ പറയുന്നില്ല. മറിച്ച് സ്വന്തം ബുദ്ധി അനുസരിച്ച് പ്രവർത്തിച്ചു. ദാരിദ്ര്യം വന്നപ്പോൾ ആ ദാരിദ്ര്യത്തെ സ്ഥലമായ കാനാൻ ദേശത്തേക്ക് പോകാതെ സ്വന്തം ഹിതമനുസരിച്ച്, സ്വന്തം തീരുമാനമനുസരിച്ച് ഈജിപ്തിലേക്ക് പോയി. ഈ ഒരു വചനമാണ് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 31-ാം അധ്യായം 1-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്. കർത്താവിനോട് ആലോചന ചോദിക്കുകയോ ഇസ്രായേലിന്റെ പരിശുദ്ധനിലേക്ക് ദൃഷ്ടി ഉയർത്തുകയോ ചെയ്യാതെ സഹായം തേടി ഈജിപ്തിലേക്ക് പോവുകയും കുതിരയിൽ ആശ്രയിക്കുകയും രഥങ്ങളുടെ എണ്ണത്തിലും കുതിര പടയാളികളുടെ കാര്യത്തിലും വിശ്വാസം അർപ്പിക്കുകയും ചെയ്യുന്നവർക്ക് ദുരിതം. അബ്രഹാം ചെയ്തത്. പക്ഷേ ദൈവത്തിൻ്റെ വലിയ ദാസനായ അബ്രഹാത്തിനെ ദൈവം തിരിച്ചു കൊണ്ടുവരികയാണ്. ഓർക്ക് പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, ഈ അബ്രഹാമാണ് അനുസരണത്തിലൂടെ വിശ്വാസികളുടെ പിതാവായി മാറുന്നത്. ഒരു കൊച്ചു ദാരിദ്ര്യം വന്നപ്പോൾ ദൈവഹിതം അനുസരിക്കാതെ, ദൈവഹിതം ആലോചിക്കാതെ, ദൈവഹിതം ആരായാതെ സ്വന്തം ഹിതമനുസരിച്ച് ഈജിപ്തിലേക്ക് പോയ അബ്രഹാം ഇവിടെ കാണുന്നത് ഈ അനുസരണത്തിനു വേണ്ടി സ്വന്തം മകനെ ബലി കൊടുക്കുവാൻ, വാർദ്ധക്യത്തിൽ തനിക്ക് ലഭിച്ച ആ കുഞ്ഞിനെ ഏറ്റവും സ്നേഹിക്കുക തൻ്റെ പൊന്നുമകനെ ബലി കൊടുക്കുവാൻ അബ്രഹാത്തിന് സാധിച്ചത് അനുസരണനിമിത്തമായിട്ടാണ്. ഇതാണ് പ്രിയമുള്ളവരെ കർത്താവ് ഒരുക്കിയത്. അങ്ങനെ അനുസരണത്തിലൂടെയാണ് പിതാവായ അബ്രഹാം വിശ്വാസികൾ പിതാവായി മാറിയത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. യേശുവിൽ ഏറ്റവും പ്രിയമുള്ളവരെ, നമ്മുടെ വിശ്വസ്തതയും ജീവിത സാഹചര്യത്തിൽ നമ്മൾ പറയുന്ന വാക്കുകളും നമ്മുടെ ചിന്തകളും ഒന്നും ദൈവത്തിന് വിഷമമുണ്ടാവില്ല കേട്ടോ. ആദ്യം അച്ഛൻ പങ്കുവച്ച ആ 2 സംഭവം തമ്പുരാനറിയാം. ദുഃഖത്തെ നിമിഷത്തിൽ അങ്ങനെയൊക്കെ പറയും. ജീവിത പങ്കാളി ഒരു ചാരമായി, ഒരു ചാരമായ ഒരു ബോക്സിലാകുമ്പോൾ തന്നോട് ചേർന്ന് നിൽക്കുന്ന 2 കുഞ്ഞുങ്ങളെ എങ്ങനെ നോക്കും, എങ്ങനെ ജീവിക്കുമെന്ന ആ വിഷമത, ആ വിഷമം, ഭർത്താവിൻ്റെ അസാന്നിധ്യം, അതൊക്കെ ഈ മകളെ അങ്ങനെ പരാതി പറയുവാൻ പ്രേരിപ്പിച്ചുവെങ്കിൽ തമ്പുരാനത് അറിയാം. അല്ലെങ്കിൽ +2 പഠിക്കുന്ന കൊച്ച് ചോദിക്കുകയാണ്, പറയാണ്, ബെന്നിയച്ചാ എനിക്ക് ഈശോട് ദേഷ്യ, എൻ്റെ അപ്പനെ എന്താ കൊണ്ടുപോയെന്ന്, എൻ്റെ അപ്പനെ എന്തിനാ കൊണ്ടുപോയെന്ന്. തമ്പുരാന് വിഷമമില്ല. എങ്കിലും പ്രിയമുള്ളവരെ, ഒരു സത്യം നാം തിരിച്ചറിയണം. ദൈവം നടക്കുന്ന വഴിയിലൂടെ ഞാൻ നടക്കുമ്പോൾ ദൈവത്തിൻ്റെ പദ്ധതി എൻ്റെ കൊച്ചു മനസ്സിൽ ഉൾക്കൊള്ളാൻ പറ്റത്തില്ല. എങ്കിലും ദൈവിക തീരുമാനത്തോട് ചേർന്ന് നിന്നുകൊണ്ട് സഹനത്തിൻ്റെ വിമോചന മൂല്യങ്ങൾക്ക് ഞാൻ അർത്ഥമാനങ്ങൾ കാണാൻ ശ്രമിക്കുമ്പോൾ, വിശ്വാസത്തിൻ്റെ കണ്ണിലൂടെ ഞാൻ കാണാൻ ശ്രമിക്കുമ്പോൾ, എൻ്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിക്കുന്ന ദുഃഖമാണെങ്കിലും വേദനയാണെങ്കിലും തകർച്ചയാണെങ്കിലും അതിലെല്ലാം അർത്ഥം കാണാൻ സാധിക്കും. നമുക്ക് അർത്ഥം കണ്ടെത്തുവാൻ സാധിക്കും. യേശുവിൽ ഏറ്റവും പ്രിയമുള്ളവരെ, എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്നതെല്ലാം ദൈവം അറിയാതെ സംഭവിക്കുന്നല്ല അല്ല, ദൈവം അറിഞ്ഞുകൊണ്ട് സംഭവിക്കുന്ന എന്ന ബോധത്തോട് മുന്നേറുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. കർത്താവായ ദൈവമേ, ഈ നിമിഷത്തെ ഓർത്ത് നന്ദി പറയുന്നു. കർത്താവേ, നിന്റെ വിശ്വസ്ത ധ്യാനിക്കുവാൻ അങ്ങ് തന്ന നിമിഷത്തെ ഓർത്ത് നന്ദി പറയുമ്പോൾ ഞങ്ങളുടെ ജീവിതത്തിലെ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ, പ്രത്യേക അവസ്ഥയിൽ ഞങ്ങൾ നിന്നോട് പരാതി പറയാറുണ്ട്, പരിഭവം പറയാറുണ്ട്. കർത്താവേ, അതെല്ലാം ഒരു കൊച്ചുകുട്ടിയുടെ സങ്കടം പറച്ചിലായി കണ്ടുകൊണ്ട് നീ ഞങ്ങളെ ഹൃദയത്തോട് ചേർത്ത് വയ്ക്കുക ഞങ്ങൾക്കറിയാം കർത്താവേ. എങ്കിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, സഹനത്തിലൂടെ കടന്നു പോകുമ്പോൾ, പ്രത്യേകിച്ച് കാലഘട്ടത്തിൽ ഏറെ ഭാരപ്പെടുത്തുന്ന, ഹൃദയഭേദകമായ, ഹൃദയം നുറുങ്ങുന്ന ഒത്തിരി അനുഭവത്തിലെല്ലാം നിന്റെ ഹിതം കണ്ടെത്തുവാൻ ഞങ്ങളെ സഹായിക്കണമേ. അമ്മേ മാതാവേ, ഞങ്ങൾക്കൊരു മാധ്യസ്ഥം പ്രാർത്ഥിക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. പ്രൈസ് ദി ലോർഡ്.